കുട്ടിക്കളിക്കൂട് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ട് പുറത്തേക്ക് വന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ പോവാമെന്ന് പറയും. ആ പോവാം, ബൈക്കിൽ പോവാം എന്ന് പറയുന്ന സമയത്തന്നെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തന്നെ സുധീഷ് പറയുന്നത് നമ്മുടെ കാറുകളൊക്കെ ഓട്ടത്തിലാണ്, ബൈക്കിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാമെന്ന് പറയും. ഏയ് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഇന്റർവ്യൂവിന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ പെട്ടെന്ന് പിന്നിൽ നിന്നും തന്നെ സുനന്ദ വിളിക്കുന്നത്. ദേ സുഭാഷേട്ടാ ടെൻഡടാങ്. എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ സുനന്ദ ആണെങ്കിൽ സുഭാഷ് വാങ്ങിച്ചതാണെന്ന് വിചാരിച്ച് ആ ഒരു മാക്സിയിൽ ഇങ്ങനെ നാണം കുടുങ്ങി നിൽക്കുമായിരിക്കും. സുധീഷ് പറഞ്ഞത് അത് ഞാൻ ഇയാൾക്ക് വാങ്ങിച്ച നൈറ്റിയാന്ന് പറയുന്ന സമയത്തിന് നിധി പറഞ്ഞത് അത് മനസ്സിലായി, പക്ഷെ ശരിക്കും ചേരുന്നത് ഇയാൾക്ക് തന്നെയാ. സുനന്ദ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ നൈറ്റ് നന്നായിട്ടുണ്ടോ, എങ്ങനെയുണ്ടെന്ന് പറയാന്ന് സുഭാഷിനോട് ചോദിക്കുന്ന സമയത്തിന് സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല. നിധി പറയുന്നത് സുഭാഷ് ഏട്ടൻ ഇന്നലെ സുനന്ദക്ക് വാങ്ങിച്ചു കൊടുത്ത നൈറ്റിയാണിത് എന്ന് പറയും. അന്നേരം സുഭാഷ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്തിന് നിധി വീണ്ടും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ കൊടുക്കാൻ നാണിച്ചു നിന്നപ്പോൾ സുധീഷ് എടുത്തു കൊടുത്തില്ലേ ആ നൈറ്റി എന്ന് പറയും. സുഭാഷിനെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ മടിച്ചു നിൽക്കാണ്. സുനന്ദ ചോദിക്കുന്നത്, നിങ്ങൾ പുറത്തു പോവാണെന്ന് ചോദിക്കും. നിധി പറയുന്നത് അതെ, ഒരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പോൾ അതിന് പോയിട്ട് വരാമെന്ന് പറയുന്ന സമയത്തിന് ഓൾ ദി ബെസ്റ്റ്, എന്തായാലും ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ കിട്ടും കേട്ടോ എന്ന് പറയും. അങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്ന സമയത്തിന് എന്നാ പിന്നെ ശരിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുധീഷ് ആണെങ്കിൽ നിധിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങാട്ടോ ഇന്റർവ്യൂവിന്. അങ്ങനെ ബൈക്കിൽ കയറുന്ന സമയത്തിന് സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, സുനന്ദ നൈറ്റ് ഇടുന്നുണ്ടല്ലോ, പിന്നെ ഇയാൾക്ക് ഇട്ടാലെന്താന്ന് ചോദിക്കുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്, അതൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് പറയുന്ന സമയത്തിന് ഓ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവാണ്. അവര് പോയി കഴിഞ്ഞതിന് ശേഷം സുനന്ദ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ നൈറ്റ് എങ്ങനെയുണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ സുഭാഷ് ഏട്ടാ എന്ന് പറയുന്ന സമയത്തിന് നികേഷ് അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം മറ്റു നിവൃത്തിയില്ലാതെ ആ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിന് സുനന്ദ പറയുന്നത് ആദ്യമായിട്ട് സുഭാഷ് ഏട്ടൻ എനിക്ക് വാങ്ങിച്ചു തരുന്ന ഡ്രസ്സല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ നന്നാവാതിരിക്കും. നികേഷ് പറഞ്ഞിട്ട് അപ്പൊ ശരി, നിങ്ങൾ ഏതായാലും നൈറ്റിനെ കുറിച്ച് സംസാരിക്കുക കേട്ടോ, ശരി എന്നൊക്കെ പറഞ്ഞ് നികേഷ് അവിടെ നിന്നങ്ങ് പോവാണ്. ഡാ 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 എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് സുഭാഷ്. സുനന്ദ വീണ്ടും പറഞ്ഞിട്ട് എനിക്കിത് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു സുഭാഷ് ഏട്ടാ, നല്ല കളർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടെ സുനന്ദ. ഇതേ സമയത്ത് സുധീഷും നിധിയും കൂടി ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുന്നിലേക്ക് ചെന്ന് വണ്ടി നിർത്തും. ചുറ്റും നോക്കിക്കൊണ്ട് തന്നെ നിധി ചോദിക്കുന്നുണ്ട്, ഇവിടെയാണല്ലോ ഞാൻ ഇന്നലെ ഓൺലൈനിൽ ഈ കമ്പനീനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തിരുന്നു, നല്ല പ്രൊഫൈലുള്ള കമ്പനിയാ. ഇതേ സമയത്തിന് സുധീഷ് നല്ല ടെൻഷനായിരിക്കും, ഇവന് മെസ്സേജ് അയച്ചിട്ട് മറുപടി ഒന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തിന് നിധി പെട്ടെന്ന് പറഞ്ഞിട്ട് ഇയാളോട് എനിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തെന്ന് ചോദിക്കുന്ന സമയത്തിന് അല്ല, എനിക്ക് ഇത്രയും വലിയൊരു കമ്പനിയിൽ ഇന്റർവ്യൂ ശരിയാക്കിയതിന് സുധീഷ് ഏട്ടനോ സുഭാഷ് ഏട്ടനോട് താങ്ക്സ് ഉണ്ട് എന്ന് പറയും. അതെ, സർട്ടിഫിക്കറ്റ്സ് ഒന്നും എന്റെ കയ്യിലില്ലാത്തത് പ്രശ്നമാവില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതൊക്കെ സുഭാഷ് ഏട്ടൻ നേരത്തെ സംസാരിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇയാൾ ഏതായാലും ധൈര്യമായിട്ട് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, ആ ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴെന്തോ ഒരു പേടി പോലെ തോന്നുമെന്ന് പറയും. അപ്പോൾ എന്തിനേന്ന് ചോദിക്കുകയാണ് സുധീഷ്. എന്റെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ, അതുകൊണ്ടെന്തോ നെർവസ് ആവുന്നത് പോലെ. അതൊന്നുമില്ല, താൻ സൂപ്പറല്ലേ, തനിക്കിത് കിട്ടുമെന്നേ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നിധിയെ പയ്യെ അവിടെ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം സുധീഷ് പെട്ടെന്ന് വണ്ടി എടുത്ത് പോയിട്ട് വീണ്ടും ആ ഒരു കൂട്ടുകാരൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ ടെൻഷനോട് കൂടെ ആയിരിക്കട്ടെ സുധീഷ്. ഷെടാ എടുക്കുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് എടുക്ക്. ഭാഗ്യത്തിന് കൂട്ടുകാരൻ അങ്ങ് ഫോൺ എടുക്കും. സുധീഷ് പറഞ്ഞിട്ട് എടാ എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതെ ഞാൻ നിധിയെ കൂട്ടിയിട്ട് നിന്റെ ഓഫീസിന് മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. എടാ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് കൂട്ടുകാരൻ പറഞ്ഞിട്ട് എടാ ഇന്നൊന്നും പറ്റില്ല, അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് വരുന്നുണ്ട്, നീ പെട്ടെന്ന് തന്നെ നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് തിരിച്ചു പോയെന്ന് പറയുന്ന സമയത്തിന് സുധീഷിന് വല്ലാതാവും. സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്ത് വർത്താനാടാ ഈ പറയുന്നത്. എടാ ഞാൻ എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഞാൻ നിന്റെ ഓഫീസിന് മുന്നിൽ നിന്നാ ഇപ്പൊ വിളിക്കുന്നത്. കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ നീ എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷ് പറഞ്ഞിട്ട് പ്ലീസ് എടാ നീ നിന്റെ അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്ക്. ഇല്ല മോനെ, ഒരു രക്ഷയില്ല, നീ അവളെ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. അതെ എന്റെ അച്ഛനോടുള്ള സ്ഥിതിക്ക് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. എടാ പ്ലീസ് എടാ എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, പാവം ഇന്നലെ രാത്രി മുഴുവൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം കൂട്ടുകാരൻ ചീത്ത വിളിക്കുന്നത്, എടാ ഒരു പാവം കുട്ടിയെ കൊണ്ട് ഫേക്ക് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് ഇത്രമാത്രം കഷ്ടപ്പെടുപ്പിച്ച് നീ എന്തൊരു ഫ്രോഡാടാന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ സുധീഷ് പറഞ്ഞിട്ട് പ്ലീസ് എടാ നീ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി, നീ അവളെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദ്യം ചോദിച്ചിട്ട് പുറത്തേക്ക് അങ്ങ് പറഞ്ഞു വിട്ടാൽ മാത്രം മതി. ജോലി കൊടുക്കണമെന്നൊന്നും നിന്നോട് ഞാൻ നിർബന്ധം പറയുന്നില്ലല്ലോ, നീ ഒന്ന് ചെയ്യടാന്ന് പറയുന്ന സമയത്തിലെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് സുധീഷെ നീ വെറുതെ കളിക്കാൻ നിൽക്കില്ലേ, ഓഫീസിലേക്ക് ആരൊക്കെ വരുന്നു പോകുന്നുവൊക്കെ അച്ഛന് കൃത്യമായിട്ടറിയാം CCTVയിലൂടെ. ഞാൻ എങ്ങാനും അവളെ വിളിച്ച് ഇവിടെ ഇന്റർവ്യൂ നടത്തിയാലേ പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് പോലും കയറാൻ പറ്റാതാവും. സുധീഷ് വീണ്ടും ചോദിക്കുന്ന സമയത്തിന് അവനങ്ങ് ദേഷ്യപ്പെടണേ. എടാ അച്ഛൻ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, വെറുതെ ആ കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഇന്റർവ്യൂ നടത്തി വിട്ടതാണെന്നോ, അതൊന്നും ശരിയാവില്ല, നീ അവളെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാൻ നോക്ക്.
സുധീഷ് വീണ്ടും അത് തന്നെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്ന സമയത്തിന് കൂട്ടുകാരൻ ദേഷ്യപ്പെട്ട് ഫോണങ്ങ് കട്ട് ചെയ്യും. സുധീഷിനങ്ങ് വല്ലാതാവാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? നിധിയാണെങ്കിൽ പാവം ഇതൊന്നും തന്നെ അറിയുന്നില്ല കേട്ടോ. ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ പ്രതീക്ഷയോടുകൂടെ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കായിരിക്കും. ആ സമയത്താണ് ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. സുധീഷിനെ കണ്ട സന്തോഷത്തിൽ നിധി പറഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പോവാമെന്ന് പറയും. ആ സമയത്തിന് സുധീഷ് വന്ന് പറഞ്ഞിട്ട് സോറി, നമ്മൾ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവൻ എന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, ഇത്രേ കിട്ടിയില്ല. ഇവിടുത്തെ ചെയർമാൻ എന്തോ ഒരു അത്യാവശ്യ ട്രിപ്പ്, അതുകൊണ്ട് ഇന്നത്തെ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തു എന്ന്. അന്നേരം നിധിയുടെ മുഖം അങ്ങ് വല്ലാതാവാണ്. സുധീഷ് പറഞ്ഞത്, നിധി ഇന്നത്തെ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തു എന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് നീ ടെൻഷൻ അടിക്കല്ലേ. എടോ സോറി എടോ, താൻ ടെൻഷൻ ആവാതെ, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്നേരം നിധി പറയുന്നുണ്ട്, സാരമില്ല, അല്ലെങ്കിലും സുധീഷ് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു, അവര് വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, നമുക്ക് എന്നാ പോവാമെന്ന് പറയുന്ന സമയത്തിന് സുധീഷിനും വല്ലാതാവുന്നുണ്ട്. സുധീഷ് പറഞ്ഞിട്ട്, അത് പിന്നെ ചെയർമാൻ എന്തോ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അവരിനി ഇന്റർവ്യൂ ഡേറ്റ് മാറ്റിയതിനു ശേഷം അത് അറിയിക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയും. അന്നേരം നിധി പറയുന്നത്, അതൊന്നും സാരമില്ല, ഇത്രയും വലിയ കമ്പനിയല്ലേ, അതുകൊണ്ട് അത്ര വലിയ ഈസി ആയിട്ട് ജോലി കിട്ടുമോ, ഇല്ലല്ലോ. സുധീഷ് ഏതായാലും വണ്ടി എടുത്തിട്ട് വാ, നമുക്ക് പോവാമെന്നൊക്കെ പറയും. സുധീഷ് ഭയങ്കര വിഷമത്തോടു കൂടി ആയിരിക്കട്ടെ അവിടെ നിന്നും പോകുന്നത്. നിധിയാണെങ്കിൽ വളരെയധികം വിഷമത്തോടു കൂടെ തന്നെ ആ ഒരു കമ്പനിയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുധീഷ് നേരെ പോകുന്നത് സുഭാഷേട്ടന്റെ അടുത്തേക്കായിരിക്കും. സുഭാഷേട്ടൻ പണി സ്ഥലത്തായിരിക്കട്ടോ. സുധീഷ് വന്ന് സുഭാഷേട്ടനെ വിളിക്കുന്ന സമയത്തിന് സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് ഇന്നത്തെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ തൊലഞ്ഞുപോയി എന്ന് പറയും. എന്താടാ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷ് പറഞ്ഞിട്ട്, സുഭാഷേട്ട ഇന്ന് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയും. നടന്നില്ലേ, അതെന്താടാ അങ്ങനെ? സുഭാഷേട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടാണ് നിധിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. എന്റെ ഫ്രണ്ട് പറഞ്ഞു അവൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ അവന്റെ അച്ഛൻ അവിടെ ഉണ്ടാവില്ല, അവൻ അവളെ ഇന്റർവ്യൂ ചെയ്തോളാം എന്ന ധൈര്യത്തിലാണ് ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയിരുന്നത്. അവിടെ ചെന്നപ്പോൾ അവന്റെ അച്ഛൻ ഓഫീസിലെത്തി. അച്ഛൻ വന്നതുകൊണ്ട് ഇന്റർവ്യൂ നടത്താൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ എന്നെ തിരിച്ചു വിടുകയും ചെയ്തു. അന്നേരം സുഭാഷ് ചോദിക്കുന്നത്, എടാ അച്ഛൻ ഉണ്ടെങ്കിലും ഇന്റർവ്യൂ എടുത്താൽ എന്താന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷ് പറഞ്ഞത്, ഏട്ടാ അത് അച്ഛൻ അറിയാതെയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്നത് എന്ന് പറയും. അതെന്ത് വർത്താനാടേ ഈ പറയുന്നത്, ഇന്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞാൽ അച്ഛൻ അറിയില്ലെന്ന് ചോദിക്കട്ടെ സുഭാഷ്. അന്നേരം സുധീഷ് ഒരു കള്ളച്ചിരിയോട് കൂടത്തിന് അതറിയുമെന്നിങ്ങനെ പറയുന്ന സമയത്തിന് സുഭാഷിനൊരു ഡൗട്ട്. ഞാൻ സത്യം പറടാ, ഇതൊരു ഫേക്ക് ഇന്റർവ്യൂ ആയിരുന്നോ, നീ ഇതിന്റെ അകത്ത് വല്ല കള്ളത്തരവും കാണിച്ചോ എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറഞ്ഞിട്ട്, കള്ളത്തരോ ഞാനോ, അതങ്ങനെയല്ല സുഭാഷേട്ടാ, ശരിക്കും ഇന്റർവ്യൂ നടത്താമെന്ന് അവൻ സമ്മതിച്ചതാണ്. പക്ഷേ അവൻ ജോലി ഉറപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ ഏതായാലും ഒരു ജോലി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു എന്ന് അവൾ കരുതിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ നോക്കുന്ന സമയത്തിന് സുഭാഷിന് അങ്ങ് ദേഷ്യം വരും. എടാ ശരിക്കും റാസ്കള് നീ അല്ലേടാ. എന്ത് ഞാനോ, ഞാൻ ശരിക്കും അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടില്ലെന്നിങ്ങനെ സുധീഷ് പറയാൻ നോക്കുമ്പോഴേക്കും സുഭാഷിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, മതി മതി നീ നിർത്ത്. അതെ, ആ മുറിയിൽ സിമെന്റ് കൂട്ടാൻ പറയാന്ന് പണിക്കാരോട് പറയും. സുധീഷിന്റെ സങ്കടം വരാണ്. സുഭാഷേട്ട എന്റെ മനസ്സിനൊരു സമാധാനമില്ലാതെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ പിന്നെ സുഭാഷേട്ടനും കൂടി ഇങ്ങനെ പറഞ്ഞാലെന്ന് പറയുന്ന സമയത്തിന് സുഭാഷ് പറഞ്ഞിട്ട്, എടാ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഗതികേടാണ്. അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്, നീ എന്തിനാ അവളെ ഇങ്ങനെ ചതിക്കാൻ നോക്കുന്നത്? ഇതിനെങ്ങനെ ചതി എന്നൊന്നും പറയരുത് സുഭാഷേട്ടാ, ഞാൻ ഇതല്ലാതെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എടാ നീ ഇങ്ങനെ എത്ര കാലം നുണ പറഞ്ഞ് ജീവിക്കുമെന്ന് സുഭാഷ് ചോദിക്കുന്ന സമയത്തിന്, ഏട്ടാ ഞാൻ എങ്ങനെയെങ്കിലും അവൾ എന്നെ ഇംപ്രസ് ചെയ്യിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ മുന്നിൽ ഇങ്ങനെ ഓരോന്നും കാണിക്കുന്നത്. അന്നേരം സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നത്, എടാ ഒരു പെണ്ണ് ഇംപ്രസ്ഡ് ആവണമെങ്കിൽ ആ ആണിന് സത്യമുണ്ടാവണം. സത്യമില്ലാത്ത ഒരാണിനെയും ആ പെൺകുട്ടി വിശ്വസിക്കില്ല. അത് പിന്നെ മരിക്കേണ്ടി വന്നാൽ. എടാ ഒരു പെൺകുട്ടിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ഇമാതിരി തരികിട വേലയൊന്നും കാണിച്ചാലൊന്നും അത് ശരിയാവില്ല സുധീഷ്. എടാ ഒരു പ്ലാന് നിശ്ചയിച്ച് ഇത്ര ചാക്ക് സിമെന്റ് ഇത്ര ചാക്ക് മെറ്റൽ എന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു കെട്ടിടം പണിയാം. അല്ലാതെ പെൺകുട്ടികളുടെ വിശ്വാസേ അങ്ങനെയൊന്നും പറ്റത്തില്ല. എടാ ആദ്യം നീ എന്താണെന്ന് ആ കുട്ടിയെ അറിയിക്കും. കല്ലുകൊണ്ട് കെട്ടാരം പണിയുന്നത് പോലെ തന്നെ നുണ കൊണ്ട് കെട്ടാരം പണിയാൻ നോക്കരുത്, അതൊന്നും നിലനിൽക്കില്ല. അന്നേരം സുധീഷ് ചോദിക്കുന്നതിന്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല പയ്യൻ സുഭാഷേട്ടനല്ലേ, എന്നിട്ട് പോലും സുഭാഷേട്ടൻ ഒരു പെണ്ണ് കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സുഭാഷിന് അങ്ങ് ദേഷ്യം വരും. ഒരടി അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറയണേ. എടാ നിന്റെ കണ്ണ് ഞാൻ അങ്ങ് അടിച്ചു പൊട്ടിക്കും. ഞാൻ പറയുന്നത് എന്ത്, നീ കേൾക്കുന്നത് എന്ത്? എടാ എന്നെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ നിന്നോട് പരാതി പറഞ്ഞോ? അന്നേരം സുധീഷ് ചോദിക്കുന്നത്, ആ സുനന്ദയുടെ കാര്യല്ലേ എന്റെ സുഭാഷേട്ടാ, അതൊന്നും ശരിയാവുന്ന കേസല്ല കേട്ടോ. അന്നേരം സുഭാഷ് പറഞ്ഞത്, ദേ വെറുതെ അതും ഇതും പറഞ്ഞിങ്ങനെ രക്ഷപ്പെടാൻ നോക്കല്ലേ സുധീഷേ. എടാ ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എടാ ഒരു നുണ മറക്കാൻ മറ്റൊന്ന്, അതിന് പിന്നാലെ മറ്റൊന്ന്. എടാ ഇങ്ങനെ നീ എങ്ങോട്ടേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്? നീ തന്നെ ഒരു വലിയ നുണയാണെന്ന് ഒരു ദിവസം ഉറപ്പായിട്ടും ആ കുട്ടി മനസ്സിലാക്കും. അന്ന് അവളുടെ ഉള്ളിൽ നിനക്കൊരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ഇപ്പൊ തന്നെ ചെന്ന് എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറയാന്ന് പറയുന്ന സമയത്തിന് സുധീഷിനൊരു ഷോക്കായിരിക്കും. ഞാൻ എന്തിനാ അവളോടൊക്കെ പറയുന്നത്? ദേ സുഭാഷേട്ടാ, നിങ്ങൾ പറയുന്ന ഈ സത്യസന്ധതയ്ക്ക് സ്കൂളിലെ സന്മാർഗ പുസ്തകത്തിൽ ഉണ്ടാവും, ജീവിതത്തിലൊന്നും ഒരിക്കലും അത് ഉണ്ടാവില്ലെന്നേ.
ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് അവിടെ താമസിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ അവളോട് സത്യം പറയണോ? ഓ പിന്നെ അതോടുകൂടെ നീയും വേണ്ട, നിന്റെ വീടും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് വലിച്ചെറിഞ്ഞു പോകും. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സുധീഷ് ദേഷ്യപ്പെടുന്ന സമയത്ത് തന്നെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, സുധീഷേ ഇതൊക്കെ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാ. നോക്ക്, നീ ചെയ്തതെല്ലാം നുണയാണെന്ന് അറിയുമ്പോൾ ഒരുപക്ഷെ സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവളൊന്നും തന്നെ വിശ്വസിക്കില്ലായിരിക്കാം. പിന്നെ ജീവിതകാലം മുഴുവൻ അവൾ നിന്നെ സംശയത്തോടെ മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്ന് പറയുന്ന സമയത്തിന് സുധീഷ് പറയുന്നുണ്ട്, എന്റെ സുഭാഷേട്ടൻ പറയുന്നതൊന്നും ഒരിക്കലും ശരിയാവില്ല. അവൾക്കിപ്പോ വേണ്ടതൊരു ജോലിയാണ്. അത് എന്നെ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ അവൾക്ക് എന്നോടൊരു മതിപ്പ് വരും. ആ ഗ്യാപ്പിലൂടെ കയറിയിട്ട് ഞാൻ അതങ്ങ് പ്രേമമാക്കി എടുത്തോളാം. എന്റെ സുഭാഷേട്ട, ആദ്യ പെൺകുട്ടികളുടെ മനസ്സിൽ നമുക്കൊരു മതിപ്പുണ്ടാക്കി എടുക്കണം. അതിപ്പോ സെന്റിമെന്റ്സ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കരച്ചിലോ തള്ളിമറിക്കലോ, അല്ലെങ്കിൽ ഞാൻ ഒരു പാവമാണ് എന്ന അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. വൺസ് ഒരു പ്രേമം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ ഈ ഒരു പ്രശ്നമൊക്കെയുള്ളൂ സുഭാഷേട്ടാ. പ്രേമം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തെന്നെ വന്നാലും എത്ര നുണകളാണെങ്കിലും അതൊക്കെ അങ്ങ് മാറി മറിയും. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ അയാൾ എന്നെ സ്നേഹിച്ചത് എന്ന് ഏത് പെണ്ണും വിചാരിക്കും. ഒരുപക്ഷെ നിധിയും എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കുമെന്നിങ്ങനെ സുധീഷ് പറയുന്ന സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, അതെ, പഠിക്കുന്ന കാലത്തെ നീ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരുപാടധികം സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിലാരോണ് നിന്റെ മനസ്സിലിപ്പോ അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല മോനെ. അങ്ങനെയൊക്കെ ഇപ്പോഴും ചെയ്യാൻ നോക്കുന്നവരുണ്ടാവാം. അവരുടെയൊക്കെ വലയിൽ ഏതെങ്കിലുമൊക്കെ പാവ പെൺകുട്ടികൾ വീണിട്ടുണ്ടാവാം. പക്ഷേ തന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത് വെറും വ്യാജനായ കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം തന്നെ ആ പെൺകുട്ടി അപ്പത്തിന്റെ മുഖത്തേക്ക് കാർക്കി തുപ്പിയിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടെ സുഭാഷ്. എടാ, ആ ഗതി നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇത്ര നേരം സംസാരിച്ചത്. ഇനി ഏതായാലും നിന്റെ ഇഷ്ടം. അങ്ങനെ സുഭാഷ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പണിസ്ഥലത്തേക്ക് പോവാണ്. സുധീഷിന് അങ്ങ് ദേഷ്യവരാണ്. എന്തൊക്കെ ഈ സുഭാഷ് ഏട്ടനെ പറയുന്നത്? പ്രേമം എന്താന്ന് പോലും അറിയാത്തൊരു ജന്തു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കാണ് സുധീഷ്. പിന്നീട് കാണിക്കുന്നത് നികേഷിനായിരിക്കും. നികേഷ് ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതാ ഏട്ടത്തി ജ്യൂസ് എന്ന് പറയുന്ന സമയത്തിന് ഇതെന്താ ജ്യൂസുമായിട്ടൊക്കെ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോയി വന്നതല്ലേ, അതിൻ്റെതാണെന്ന് പറയും. ഇന്റർവ്യൂവിന് പോയെന്നേ ഉള്ളൂ, അതൊന്നും നടന്നില്ല എന്ന് പറയുന്ന സമയത്തിന് നികേഷ് പറഞ്ഞിട്ട് അത് സാരമില്ല, എന്തെങ്കിലും ഒരിക്കലും നടക്കുമല്ലോ, അത് മതി. ആ, എന്തെങ്കിലും നടക്കുമായിരിക്കും എന്ന് പറയും. എന്നിട്ട് നികേഷിനോട് പറയുന്നുണ്ട്, എടാ നികേഷേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനിരിക്കുമായിരുന്നു. നിങ്ങളുടെ അമ്മ ഇല്ലേ, സുനന്ദയുടെ അമ്മ, അവരൊക്കെ നിങ്ങളോട് ഇത്രമാത്രം വഴക്കടിച്ച് നിൽക്കാൻ എന്താ കാരണമെന്ന് ചോദിക്കും. സുനന്ദ എന്നാളൊരു ദിവസം എന്നോട് പറയായിരുന്നു, ഈ വീട്ടിലൊരിക്കലും പെണ്ണുങ്ങൾ വാഴില്ല എന്ന് അവളുടെ അമ്മ പറയുമായിരുന്നു അത്രേ. അതെന്താ നികേഷേ കാരണം? അല്ല, ഞാൻ ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ സോറി. എന്ത് തെറ്റ് ചേച്ചി? ബന്ധുക്കൾ മാത്രമല്ല, നാട്ടുകാരും അങ്ങനെ തന്നെയല്ലേ പറയാറുള്ളത്. ഒരാളെ പറ്റിയോ ഒരു സ്ഥലത്തെ പറ്റിയിട്ടോ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പെട്ടെന്ന് തന്നെ പ്രചരിക്കും. അതുപോലെ തന്നെയാണ് ഞങ്ങളെ വീടിനെ പറ്റിയിട്ടും പറയുന്നത്. കൂട്ടത്തിൽ അച്ഛൻ്റെ ഈ കള്ളുകൂടി വഴക്കുണ്ടാക്കലൊക്കെ ആയപ്പോൾ ആളുകളെല്ലാം തന്നെ അതങ്ങ് തെറ്റിദ്ധരിച്ചു. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അമ്മ മരിച്ചതിന് ശേഷമാണോ അച്ഛൻ ഇങ്ങനെ ആയതെന്ന് ചോദിക്കുന്ന സമയത്തിന് നികേഷ് പറയുന്നുണ്ട്, അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചുത്രേ. അവരും അധിക കാലമൊന്നും ഇവിടെ നിന്നില്ല. അതിപ്പോ ഇനി കല്യാണമാണോ അതിനെ കൂട്ടിക്കൊണ്ടു വന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അമ്മ ഏതായാലും ആ കാലം തൊട്ടേ അച്ഛനോട് വഴക്കാ. പിന്നെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കുറച്ചു കാലം ജയിലിലായിരുന്നു. അമ്മയെ അച്ഛൻ കൊന്നതാണെന്നാ പോലീസുകാർ പറയുന്നത് എന്ന് പറയുന്ന സമയത്തിന് നീ അങ്ങ് പേടിക്കാണ്. എന്ത് കൊന്നതോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ ഏട്ടത്തി, അപ്പൊ സുധീഷ് ഏട്ടൻ ചേച്ചിയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഏയ് ഇല്ല എന്ന് പറയും. നികേഷ് പറയുന്നത് സത്യം എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല ഏട്ടത്തി. പക്ഷേ പോലീസുകാർ അങ്ങനെയാണ് പറഞ്ഞത്. അച്ഛൻ അതിനെ പറ്റിയിട്ട് ആണെന്നോ അല്ലെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഈ വീട് ഇങ്ങനെയായി പോയത്. സുധീഷ് ഏട്ടൻ ചിലപ്പോൾ മനഃപൂർവ്വം ഏട്ടത്തിയോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ കൊള്ളില്ലല്ലോ. അയ്യോ, ഇതൊന്നും കേട്ടിട്ട് ഏട്ടത്തി പേടിക്കേണ്ട കേട്ടോ. ഇവിടെയുള്ള ആളുകൾ അത്ര മോശമുള്ള ആൾക്കാരൊന്നും അല്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതെന്താ സുഭാഷ് ഏട്ടൻ ഈ സമയത്ത് എന്ന് ചോദിക്കുന്ന സമയത്തിന്, എടാ ആ ഷെൽഫിന്റെ താഴെ ഒരു കവർ ഇരിക്കുന്നുണ്ട്, നീ അതൊന്ന് എടുത്തോണ്ട് വന്നേന്ന് പറഞ്ഞ് നിൽക്കും. അങ്ങനെ കവർ എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് നികേഷ് പോകുന്ന സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കും. അതെ, അതൊന്നും നടന്നില്ല. അവിടെ ആളില്ലെന്നാ പറഞ്ഞത്, ഡേറ്റ് മാറ്റി വെച്ചുത്രേ. ഇനി എന്ന് നടക്കുമെന്നും അറിയാൻ പറ്റില്ല, ഒന്ന് അന്വേഷിച്ച് പറയാൻ പറ്റുമെന്ന് ഇങ്ങനെ വിഷമത്തോടു കൂടി ചോദിക്കാണ് നിധി. അന്നേരം നിധിയോട് താൻ എന്തു മറുപടി പറയണമെന്നറിയാതെ ആകെ വിഷമത്തോടു കൂടി നിധിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടോ. സുഭാഷ് ആ സമയത്തായിരിക്കും ആ ഒരു കവറും കൊണ്ട് തന്നെ നികേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, സുഭാഷ് ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്ന സമയത്തന്നെ, മോൾക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. എങ്ങോട്ടേക്ക് എന്ന് ചോദിക്കുന്ന സമയത്തിന്, ദേ ഇവിടെ തൊട്ടടുത്തേക്ക് എന്ന് പറഞ്ഞ് വിളിക്കാണ് സുഭാഷ്. അങ്ങനെ നിധിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ സുഭാഷ് ഒരു ഓട്ടോ വിളിച്ചു വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങാട്ടോ നിധിയും സുഭാഷ് ഏട്ടനും കൂടി. നിധി ചോദിക്കുന്നുണ്ട്, ഇതാണ് സുഭാഷ് ഏട്ടന്റെ സൈറ്റ് എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയും.
അങ്ങനെ ആ ഒരു വീടിന്റെ അകത്തേക്ക് കയറി ചെന്ന പാടെ തന്നെ ബംഗാളി ഇങ്ങനെ സംസാരിക്കാട്ടോ സുധീഷേട്ടന്റെ വൈഫല്ലേ എന്ന് ചോദിച്ചിട്ട്, ആഹാ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് സുഭാഷേട്ടന്റെ കൂടെയല്ലേ അങ്ങനെ മലയാളം പഠിച്ചു എന്നൊക്കെ പറയും. സുഭാഷ് അന്നേരം നിധിയുടെ അടുത്തേക്ക് വരികയാണ്. നിധി ചോദിക്കുന്നത്, അല്ല സുഭാഷേട്ട, ഇത് വലിയ കൺസ്ട്രക്ഷൻ സൈറ്റാണല്ലോ, സുഭാഷേട്ടന്റെ കീഴിൽ എത്ര പണിക്കാരുണ്ട് എന്ന് ചോദിക്കും. ആർക്കിടെക്റ്റും ഡിസൈനും മുഴുവൻ സുഭാഷേട്ടൻ തന്നെ നോക്കി നടത്താണോ ചെയ്യാന്നൊക്കെ ചോദിക്കാണ് നിധി. അന്നേരം സുഭാഷിന് എന്ത് പറയണമെന്നറിയില്ല. വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ നിധിയോട് പറയണേ, നിധി നുണ പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല, ആ രീതിയിൽ ജീവിക്കുന്നതും എനിക്കിഷ്ടമല്ല. മോളെ, ഞാനൊരു ആർക്കിടെക്റ്റ് ആണെന്നല്ലേ ആദ്യം സുധീഷൻ നിന്നോട് പറഞ്ഞിരുന്നത്. ആ കള്ളം പൊളിയുമെന്നായപ്പോഴാണ് അവനൊരു സൂപ്പർവൈസറാണെന്ന് പറഞ്ഞത്. നേരത്തെ കണ്ടില്ലേ നിന്നോട് സംസാരിച്ച ബയ്യ, അവനെ പോലെ തന്നെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു മേസ്തിരി മാത്രമാണ് ഞാന്. പിന്നെ ഇന്ന് മോള് ഇന്റർവ്യൂവിന് പോയില്ലേ, അതൊന്നും ഞാൻ പറഞ്ഞു വിട്ട സ്ഥലമല്ല. ഇത് കേൾക്കുന്ന സമയത്തിന് നിധിക്ക് വല്ലാത്ത ഷോക്കായിരിക്കും. നിധി ചോദിക്കുന്നുണ്ട്, അപ്പോ സുധീഷേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, അതൊരു പക്ഷെ അവൻ അറിയാവുന്ന സ്ഥലമായിരിക്കും. മോൾക്ക് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയും എനിക്കറിയില്ല മോളെ. മോൾ എൻ്റെ അടുത്ത് വന്ന് ജോലി ചോദിച്ചപ്പോഴാ മോളോട് സുധീഷ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം തന്നെ എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് മോളോട് മുഖത്ത് നോക്കിയിട്ട് സത്യം പറയാനാവാതെ ഞാൻ മിണ്ടാതെ നിൽക്കുമായിരുന്നു. പക്ഷേ എത്ര കാലം ഈ സത്യം ഇങ്ങനെ മൂടി വെക്കാൻ പറ്റും? അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് നേരിട്ട് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. മോളെ, ഞാൻ വെറും ഒരു സാധാരണ മേസ്തിരി മാത്രമാണ്. അവന്റെ നുണയുടെ ഔദാര്യത്തിൽ എനിക്കങ്ങനെ സൂപ്പർവൈസറായിട്ടൊന്നും നിന്റെ കൂടെ ജീവിക്കണ്ട. കാലങ്ങളായിട്ട് നിങ്ങളുടെ പോലത്തെ ഡിസൈൻമാരുണ്ടാക്കുന്ന ഡിസൈൻ ഇപ്പോൾ കുറെ പരിചയം കൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചില സൂപ്പർവൈസറിംഗ് പണികളൊക്കെ എന്നെ ഏൽപ്പിക്കാറുണ്ടെന്ന് മാത്രം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ എന്റെ പഠിപ്പ് നിർത്തിയതാ. പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വീട്ടിൽ കുറേയധികം ഭാരമുള്ളത് കൊണ്ട് തന്നെ, വീട്ടിൽ ഒരുപാടധികം ബാധ്യതകളുള്ളത് കൊണ്ട് തന്നെ പഠിത്തം അങ്ങ് ചെറുപ്പത്തിലേ നിർത്തിയതാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് നിധിക്ക് ആകെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. നിധി ചോദിക്കുന്നത്, പക്ഷേ സുധീഷേട്ടൻ എന്നോട് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, അവൻ എന്തുകൊണ്ടാണ് മോളോട് അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ പണിയാണ് ചെയ്യുന്നത് എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് മോളോട് അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്കൊരു ഗമയുണ്ടാക്കി തരാനായിരിക്കും. പാവം, സത്യം പറയാൻ പറ്റാത്തതിന്റെ വിഷമം അവനും ഉണ്ടായിരിക്കും. അവൻ ഇനി ഒരു പക്ഷേ മോളോട് എപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരിക്കും. അതുവരെ എനിക്ക് നിധിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ സത്യമെല്ലാം തന്നെ പറഞ്ഞത്. മോൾ എന്നോട് ജോലിയെ പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. എനിക്ക് ആ ജോലി വാങ്ങിത്തരാൻ പറ്റുമെന്ന വിശ്വാസത്തിലല്ലേ മോൾ എന്നോട് എപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതായാലും എനിക്ക് സാധിച്ചു തരാൻ പറ്റില്ല എന്ന് തോന്നി. നോക്കുമോളെ, ഈ ഒരു കാരണം കൊണ്ട് മാത്രം മോൾക്ക് സുധീഷിനോട് ഇനി ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അവൻ അത്ര കുഴപ്പക്കാരനൊന്നല്ല. പിന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെ തന്നെയല്ല അവൻ വളർന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരോടൊക്കെ അവൻ ഇങ്ങനെ വലിയ വലിയ ബഡായികളൊക്കെ തട്ടിവിടുന്ന അതൊരു ശീലമായി പോയി. സത്യം പറയാതെ മോളെ പറ്റിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മോളോട് ഇതൊക്കെ പറഞ്ഞു പോയതാണ്. സോറി എന്ന് പറയുന്ന സമയത്തിന് നിധിക്ക് സങ്കടമാവണ്. അതൊന്നും സാരമില്ല എന്ന് പറയും. സുഭാഷേട്ടൻ പറയുന്നു, എന്തായാലും എനിക്കറിയാവുന്ന എഞ്ചിനീയേഴ്സിനോടൊക്കെ ഞാൻ ഈ ഒരു ജോലിയുടെ കാര്യം ചോദിക്കാമെന്ന് പറയും. പറ്റുന്ന സഹായമൊക്കെ ഞാൻ മോൾക്ക് ചെയ്തു തരുകയും ചെയ്യാം. സോറി മോളെ എന്ന് പറയുന്ന സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട്, അയ്യോ എന്തിനാ സുഭാഷേട്ടൻ എന്നോട് സോറി പറയുന്നത്? സുഭാഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എല്ലാ ദിവസവും ജോലി ജോലി എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്തത് ഞാനല്ലേ. അതുകൊണ്ട് ഞാനാണ് സുഭാഷേട്ടനോട് സോറി പറയേണ്ടത്. ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഭയങ്കര സങ്കടത്തോടെ നിറക്കണ്ണുകളോടെ അവിടെ നിന്നും ഇറങ്ങായിരിക്കട്ടോ നിധി. ഇതേ സമയം സുഭാഷ് ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി നാളത്തേത് നല്ല കിടിലൻ സൂപ്പർ രംഗങ്ങൾ തന്നെയായിരിക്കും. നിധി ഏതായാലും വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം സുധീഷിനോടങ്ങ് പൊട്ടിത്തെറിക്കാണ്. അതെ, മറ്റെന്തും വേണമെങ്കിലും ഞാൻ സഹിക്കും, പക്ഷേ നുണ അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങളൊരു പെരുങ്കള്ളനാ. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. അങ്ങനെ നിധി സുധീഷിന്റെ എല്ലാ സകല കള്ളത്തരങ്ങളും മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ നിധി സുധീഷിനോട് പൊട്ടിത്തെറിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളി എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.